വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വീട്ടിലൊരു അക്വേറിയം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റീബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് വീഡിയോ ആയിട്ട് ചെയ്യാമെന്നും കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് അതാണ് പരിപാടി. നമുക്ക് അതിലോട്ട് ഞാൻ ജസ്റ്റ് ഇതെന്താണ് സംഭവം എന്ന് നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞുതരാം. അതായത് ഇതെന്താണെന്ന് വെച്ചാൽ ഒരു സെൽഫ് സസ്റ്റൈനബിൾ എക്കോളജിക്കൽ അക്വേറിയം ആണ്. അതായത് ഇതിനകത്ത് നമുക്ക് വെള്ളം മാറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് വെള്ളം മാറ്റാതെ തന്നെ ഇതിനകത്തുള്ള പ്രോസസ്സുകളെല്ലാം തനിയെ നടന്നുകൊണ്ടിരിക്കും. നമുക്കിതിൽ ആകെ ചെയ്യേണ്ടി വരുന്നത് ഈ ഒരു ലൈറ്റ് മാത്രമാണ്. ഇതിപ്പം 5 വർഷമായി, 5 വർഷം കഴിഞ്ഞു. ഞാൻ 5 വർഷത്തേക്കാണ് ഇത് സാധനം സെറ്റ് ചെയ്തിരുന്നത്. അപ്പൊ ഇനി നമ്മൾ ഇതിനകത്ത് കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. പിന്നെ കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് ഇതിന്റെ ആദ്യം ഉണ്ടായിരുന്ന ലൈറ്റ് കംപ്ലൈന്റ് ആയിട്ട് ഞാനൊരു തൽക്കാലത്തേക്കൊരു ചെറിയ ലോ ലൈറ്റ് ആണ് വെച്ചിരുന്നത്. സോ ലോ ലൈറ്റിൽ വളരുന്ന പ്ലാന്റ്സും ആൽഗയും മാത്രം അതിനകത്ത് നിന്നു, ബാക്കിയുള്ളതെല്ലാം നശിച്ചു പോയി. അതാണ് ഈ ഒരു ഏരിയ ക്ലീൻ ആയിട്ട് കാണുന്നത്. ആക്ച്വലി ഇവിടെയൊക്കെ ചെടികളുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ ഇതിലിനി ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഈ സംഭവങ്ങൾ ക്ലീൻ ചെയ്യണം. ഇത് എന്താണെന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ്സിന്റെ ലീവ്സ് അഴുകുന്നതും അതുപോലെ ഇതിനകത്തുള്ള ഓർഗാനിസംസ് എന്തെങ്കിലും ചത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെ റിമൂവ് ചെയ്യുന്ന പരിപാടിയില്ല. അപ്പം ഇതിനകത്ത് തന്നെ ഡിസോൾവ് ചെയ്ത് പോകുന്ന രീതിയിലാണ് ഈ സാധനം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കുറേ സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. നമുക്ക് ഇതൊന്ന് അല്പം മാറ്റണം, ഇതിന്റെ അളവ് അല്പം കുറയ്ക്കണം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ പ്ലാന്റ്സ് ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ട്. പിന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പം ഈ ലൈറ്റ് ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ട് ഇപ്പൊ 2 ആഴ്ച കഴിഞ്ഞു. അപ്പൊ എനിക്ക് ഇതിനകത്ത് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 2 ആഴ്ച വെയിറ്റ് ചെയ്തത്. അപ്പം ഈ ഹെയർ ആൽഗ എന്ന് പറയുന്ന ആൽഗയാണ്. അപ്പം ഇത് ഇതിനകത്ത് കൂടിയിട്ടുണ്ട്. അതേപോലെ ബ്ലാക്ക് ബിയേർഡ് ആൽഗയും കൂടിയിട്ടുണ്ട്. അപ്പം ഇതിലെ മീനുകൾ കംപ്ലീറ്റ് ഞാൻ മാറ്റി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടികളെന്ന് വെച്ചാൽ ഈ 2 ആൽഗയും കഴിക്കുന്ന രീതിയിലുള്ള ഓർഗാനിസംസിനെ നമ്മൾ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യും. രണ്ടാമത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതൊക്കെ നമ്മൾ ഇനി വരുന്ന വീഡിയോസിലായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. സെറ്റ് ചെയ്യുന്നത് മെയിനായിട്ട് ഈ ടാങ്ക് ക്ലീൻ ചെയ്യാനാണ് പോകുന്നത്. അപ്പം നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ഈ ട്യൂബാണ്. ഈ ട്യൂബ് ഉപയോഗിച്ചിട്ടാണ്, ഈ സിഫോൺ ട്യൂബ് അല്ലെങ്കിൽ വാക്യൂം ട്യൂബ് എന്നാണ് ഈ സാധനം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇതിലെ വെള്ളത്തിന്റെ ഈ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. നമുക്കിതിൽ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാറ്റൂല. ഉദ്ദേശിക്കുന്നത് ഏകദേശം ഈ ഒരു ലെവല് മാത്രം വെള്ളം മാറ്റുക, ബാക്കി വെള്ളം ആഡ് ചെയ്യുന്നു. പിന്നെ നമുക്ക് ഇത് അനദർ ഒരു 5 വർഷം കണക്കാക്കുകയാണ് ഇപ്പൊ നമ്മളിത് ചെയ്യാൻ പോകുന്നത്. 5 വർഷത്തേക്ക് ഇനി ഇതിനകത്ത് വേറെ പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് ആൽഗ വരെയാണെന്നുണ്ടെങ്കിൽ അത് മാത്രം നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കും. പിന്നെ അത് ഗ്ലാസ്സിലത് മാത്രമാണ്, ബാക്കി ആൽഗയൊന്നും നമ്മൾ ഇതിനകത്ത് ക്ലീൻ ചെയ്യില്ല. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പല ടൈപ്പിലുള്ള ആൽഗീസ് കാണാം, പല ടൈപ്സിലുള്ള സ്നെയിൽസ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് ബ്രയോസോവൻസും അതുപോലെ വേംസ്, പല ടൈപ്പ് വേംസ്, അക്വാട്ടിക് വേംസ്, ഇങ്ങനത്തെ പല സംഭവങ്ങളുണ്ട്. ഈ ഒരു സാധനം ഇത് ജസ്റ്റ് ഒരു സോയിലായിട്ട് കണക്കാക്കേണ്ട, ഇതും ലൈവാണ്. ഇത് ഫുൾ എൻ്റെ ഒരു ഇതിലെന്ന് വെച്ചാൽ നിങ്ങളിതൊരു അക്വേറിയമാണ്, ഇത് പ്ലാന്റ്സ് ആണ്, ഇങ്ങനെ കാണാതെ ഇത് മൊത്തത്തിലൊരു ആക്റ്റീവ് സിസ്റ്റമാണ്. ഇതിൽ ഒരു സാധനം പോയി കഴിഞ്ഞാൽ മറ്റേ സാധനം നിൽക്കത്തില്ല. അങ്ങനെ മൊത്തം കോർഡിനേറ്റ് ചെയ്ത് പോകുന്ന ഒരു സിസ്റ്റമാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിലെ മീനുകളെ കംപ്ലീറ്റ് മാറ്റി, ബാക്കി ഓർഗാനിസംസും ഈ ആൽഗയും പ്ലാന്റ്സും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് ചെയ്യുന്ന പ്രോസസ്സുകൾ നിങ്ങൾക്ക് വീഡിയോസിലായിട്ട് വരും. ഇത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യണത് ഇച്ചിരി ടാസ്ക് തന്നെയാണ്. നമ്മൾ ഈ ഒരു പരിപാടിയിൽ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. അപ്പോൾ ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് കലങ്ങി. നമുക്ക് ഒരു പാർട്ട് ഞാൻ ഇന്ന് ചെയ്യും. അപ്പോൾ 2-3 ദിവസമായിട്ടായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോ വരുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ഇതിനകമൊക്കെ ഒന്ന് കാണിച്ചിടാം. കണ്ടില്ലേ, ഇതിൻ്റെ ബാക്ക് വശത്തും എല്ലാം ഉണ്ട്. ഇത് നമ്മൾ പുതുതായിട്ട് ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിയ ചെടികളാണ്. ഇതിനകത്ത് നിലവിൽ നിൽക്കുന്നത് ജാവ ഫേണാണ്. ഇത് ജാവ ഫേണാണ്. അപ്പം ബാക്കിയെല്ലാം സെറ്റ് ചെയ്തിട്ട് വരാം. ഇതിപ്പോൾ നമ്മൾ ഏറെക്കുറെ വെള്ളത്തിന്റെ അളവ് ഇപ്പം ഏകദേശം ഇത്രയായി. അപ്പം ഇനി ഇത്ര വെള്ളത്തിൽ നമ്മൾ ബാക്കിയുള്ള ഭാഗം ക്ലീൻ ചെയ്യണം. അപ്പം നമുക്ക് ഒട്ടും വെള്ളം വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇതൊന്ന് തെളിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഗൈസ്. അപ്പോഴേ ഇപ്പം ടാങ്കിലെ വെള്ളം ഫില്ല് ചെയ്തിട്ട് കുറച്ച് ദിവസമായി. ഇപ്പം ടാങ്കൊക്കെ അത്യാവശ്യം തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്കിനി ഇതിനകത്ത് ക്ലീൻ ചെയ്യാൻ പ്രധാനമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു കേവാണ്. ഇത് ആക്ച്വലി അപ്പർ സൈഡിലിട്ടൊരു കണക്ഷൻ ഉണ്ട്. അതിപ്പോഴും അതുപോലെ തന്നെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് ഫില്ലായിട്ടുണ്ട്. ഈ കാണുന്നത് ഹ്യൂമസ് ആണ്, അതായത് ഡീകമ്പോസ്ഡ് മാറ്റർ ആണ്. ഒരു രീതി പറഞ്ഞത് വളമാണ്. പക്ഷെ നമുക്ക് ഇത്രയും വളം ഈ സിസ്റ്റത്തിൽ വേണ്ട. കാരണം
ഇതിനി വീണ്ടും 5 വർഷം ആകുമ്പോഴത്തേക്ക് ഇതിന്റെ അളവ് ഭയങ്കരമായിട്ട് കൂടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനെ മാറ്റാൻ പോവുകയാണ്. അപ്പൊ ഇതിലിതാ ഈ ഭാഗത്തൊക്കെ മാറ്റിയിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി ഇതില് പ്രധാനമായിട്ട് പറയാനുള്ളത്, ഇതൊരു എക്കോസിസ്റ്റം ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇതിനകത്ത് എക്സ്റ്റിങ്ഷൻ ഉണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഉണ്ടായിരുന്ന ചെടികൾ അതിന് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ അല്ലാണ്ടായപ്പോൾ നശിച്ചു പോയതുപോലെ, വംശനാശം ഈ സിസ്റ്റത്തിൽ അതിന് വംശനാശം സംഭവിച്ചതുപോലെ ഇവിടെ പല ജീവികളും നശിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇതിനകത്തുള്ള ഹ്യൂമസ് മാറ്റിയപ്പം മണ്ണിനടിയിലുള്ള ഫോസിലുകൾ പോലെ കുറേ സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് പുറത്തു വന്നിട്ടുണ്ട്. ഇത് പലതരത്തിലുള്ള ഷെല്ലുകൾ കാണാം. ഇതൊരു പ്രധാനപ്പെട്ട സാധനമാണ്. ഇതൊരു നെറിഡ് സ്നെയിലിന്റെ ഷെല്ലാണ്. ഇവിടെ പല സ്ഥലത്തും പല സൈസിലുള്ള നെറിഡ് സ്നെയിലുകളുടെ ഷെല്ലുകളെ നമുക്ക് കാണാം. ആക്ച്വലി ഈ സാധനം ഇതിനകത്ത് വംശനാശം സംഭവിച്ചതാണ്, ഇതിനകത്ത് ഇപ്പൊ ഇല്ല. അതുപോലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ ഈ വംശനാശം അതുപോലെ സംഭവിച്ച റിവർ സ്നെയിലുകളുടെ ഷെല്ലുകളുമായിട്ട് കമ്പയർ ചെയ്താൽ അവരുടേത് വൈറ്റ് ആണ്. ആക്ച്വലി ഇത് വൈറ്റ് അല്ല, ഇതേ കളർ തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിൽ ആദ്യം ഒരു 2 വർഷം മുമ്പേ വല്ലതും ഈ നെറിഡ് സ്നെയിലുകൾക്ക് വംശനാശം സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള പല പല സംഭവങ്ങൾ ഇതിനകത്ത് കാണാനുണ്ട്. അപ്പം ബാക്കി ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് സെക്കൻഡ് പാർട്ട് വീഡിയോ വരും. സെക്കൻഡ് പാർട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ ഇടുക. ഓക്കെ, ബൈ.